LED we didn't discuss about LED. So today we are going to discuss about LED. We are much familiar with the bulb LED because in our house now we are using LED bulbs. അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബൾബ്സ് LED ആണ്. സോ ദർ ഇസ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. LED കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വി ഹാവ് ടു ലേൺ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LED എന്നുള്ളതാണ്. ഓക്കെ, LED, it's actually there is an electronic circuit there. നിങ്ങൾ LED ഇളക്കി നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. LED, okay, the full form of LED is light emitting diode. Light, we are familiar with light, the term light. E means emitting. Okay, emitting also we know the meaning of emitting, because that means it is given out. Light is given out. D is it means diode. അതേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് പരിചയമില്ലാത്തൊരു വാക്ക്, നമുക്ക് അത്രയും യൂസ് ചെയ്തിട്ടില്ലാത്തൊരു വാക്കാണ് ഡയോഡ് മീൻസ്. ഡയോഡ് ഈസ് ആക്ച്വലി ആൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. ഓക്കെ, ആ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദിസ് ലൈറ്റ് എമിറ്റിംഗ് ബൾബ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമ്മളിപ്പോൾ ആ ഡയോഡിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പേര് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. So we know what are the advantages of using LED. There are so many disadvantages when we have discussed in the case of filament bulbs and discharge lamps. In the case of CFL we have learned there are so many disadvantages for filament lamps and CFL. So the disadvantages are overcame while in the case of LED. So what are the disadvantages of filament lamp? Teacher ചോദിക്കാം. ടീച്ചർ ഡിസ്പ്ലേ നെയിം യൂസ് ചെയ്ത് വിളിക്കുക കേട്ടോ. അബിൻ എ, Abin, Ashrivi, yes sir. Mole, what is the disadvantage of using filament lamp? Filament lamp നമ്മൾ പഠിച്ചില്ലേ? ബൾബ്, ടങ്സ്റ്റൺ ബൾബ്. അതിന്റെ താഴെയുള്ള കറുപ്പ് കളറിൽ വരാതിരിക്കാനായിട്ടാണല്ലോ നമ്മൾ നൈട്രജൻ ഫില്ല് ചെയ്തത് അതിനകത്ത്. എന്നാലും അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തായിരുന്നു? നമ്മളന്നൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞതാണ്. നമ്മളത് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കോഴിയുടെ മുട്ട വെക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. ബിക്കോസ് ദ എനർജി ഗിവൺ ഔട്ട് ഈസ് മെയിൻലി കറണ്ട് ഉപയോഗിച്ചാലും. ഓക്കെ, കറണ്ട് ഉപയോഗിച്ചാലും ആ കറണ്ട് നമുക്ക് ലൈറ്റായിട്ട് പുറത്തേക്ക് കിട്ടുന്നുണ്ടോ? ശരി, നമുക്ക് മെയിൻ ലൈറ്റായിട്ട് മാത്രമാണ്. മെയിനായിട്ട് എന്താണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക? ഹീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് കേട്ടോ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് filament lamps, because that uses 90% of the electric energy to convert it into heat energy, not light energy. Only 10% is converted to light energy. അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ 100 ജൂൾ ഇലക്ട്രിക് എനർജി യൂസ് ചെയ്യുവാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് കൺസ്യൂംസ് 100 joules ഓഫ് ഇലക്ട്രിക് എനർജി, ഓക്കെ, അതിലൂടെ 100 joules ഓഫ് ഇലക്ട്രിക് എനർജി പോയാൽ 90 joules കൺവേർട്ടഡ് ടു ഹീറ്റ്, only 10 joules converted to light. So it is not, that means there is high disadvantage because energy lost is very high. Heat energy dissipation is very high. We cannot make use of this heat energy. നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ല, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഹീറ്റ് എനർജി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഈ ബൾബ് കുഴപ്പമില്ല. ബട്ട് വി ആർ യൂസിങ് ഓൺലി ദിസ് ലൈറ്റ് എനർജി, ഓൺലി 10 joules ഓഫ് ലൈറ്റ് എനർജി. സോ ദാറ്റ്സ് എ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് filament lamp, which is that it produces much heat energy than light energy. Okay. Heat energy dissipation is very high. And while in the case of discharge lamps means mainly CFL. What is the disadvantage of CFL? എന്തായിരുന്നു പേര് വിളിക്കാമേ? ആർദ്ര. മോളെ, what is the disadvantage of CFL? എന്തായിരുന്നു CFLന്റെ ഡിസഡ്വാൻറ്റേജ്? ടീച്ചർ നോട്ട് തന്നില്ല. നോട്ട് ഈ ക്ലാസ്സോടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് അങ്ങ് നോട്ട് തരാം. ഈ ക്ലാസ്സോടെ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരും. ആർദ്രാനിൽ ഓർമ്മയില്ല.
നമ്മളന്ന് ടീച്ചർ നിങ്ങൾ ഭയങ്കര മറവിക്കാരാണല്ലോ. ടീച്ചർ അന്ന് ക്ലാസ്സിൽ ഒരു അസുഖത്തിന്റെ പേരൊക്കെ പറഞ്ഞത്, ജപ്പാനിലുണ്ടായ ഒരു അസുഖത്തിന്റെ പേരൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ആർദ്രമാരുണ്ടല്ലേ. ആർദ്ര മുരുകൻ, മോളെ ആർദ്ര, എന്തായിരുന്നു നമ്മുടെ CFLന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത്? അല്ല, ടീച്ചർ അന്ന് പറഞ്ഞു അന്നൊരു സാധനം നമ്മൾ പറമ്പിലൊക്കെ വലിച്ചെറിഞ്ഞാല് അതിലൊരു സാധനം ഉണ്ട്, അതൊഴുകി മണ്ണിൽ വരും, മണ്ണിൽ നിന്ന് കിണറ്റിൽ വരും, ആ വെള്ളം നമ്മൾ കുടിക്കും, അപ്പൊ നമുക്കൊരു അസുഖം വരും എന്നൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നു അന്ന്. ഇങ്ങനെയൊന്നും പറയുന്നത് ഒരു ഓർമ്മയില്ല. അമൽ SD, അമൽ, യെസ്, വെരി ഗുഡ്. മെർക്കുറി അന്ന് ടീച്ചർ പറഞ്ഞാണല്ലേ. In each discharge lamps there is a gas inside it. അന്ന് ടീച്ചർ എക്സാമ്പിൾസ് പറഞ്ഞു. സോഡിയം വേപ്പർ ലാമ്പ്, നമ്മുടെ സ്ട്രീറ്റിലൊക്കെ മെയിൻ സ്ട്രീറ്റിലൊക്കെ വരുന്ന സോഡിയം വേപ്പർ ലാമ്പ് കണ്ടെയ്ൻസ് sodium vapor. It emits yellow energy. If chlorine gas is filled in it, it emits green color energy, green color light. If hydrogen is filled, it emits blue color light. ഓരോന്നിനും ഓരോ കളറാണ്. ഇൻ CFL നമുക്ക് കണ്ണിന് നമുക്ക് ഏറ്റവും നല്ലത് വൈറ്റ് ലൈറ്റ് ആണ് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട്. മറ്റേത് പരസ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ക്ലോറിൻ, ഹൈഡ്രജൻ ഒക്കെ. സോ ഇൻ അവർ ഹൗസ് വി ആർ യൂസിങ് വൈറ്റ് ലൈറ്റ് എനർജി ഡിസ്ചാർജ് ലാംപ്സ്. വൈറ്റ് ലൈറ്റ് വേണമെങ്കിൽ അതിന് വേണ്ട ഗ്യാസ് ചെയ്തായിരുന്നു ഫിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം അമൽ പറഞ്ഞു ഏത് ഗ്യാസ് ആണത്? ഇതെല്ലാവരും കേട്ടോ അമൽ പറഞ്ഞതിൻ്റെ ആൻസർ? മെർക്കുറി. ഓക്കെ, വി ആർ ഫില്ലിങ് മെർക്കുറി ഇൻ CFL. വൈറ്റ് ലൈറ്റ് വരുന്ന ഡിസ്ചാർജ് ലാംപ്സിൽ വി ആർ യൂസിങ് മെർക്കുറി ഗ്യാസ്. ഈ മെർക്കുറി വേപ്പർ ആകുമ്പോഴാണ് പ്രശ്നം. നേരത്തെ ടീച്ചർ പറഞ്ഞത് പൊട്ടിപ്പോയാൽ അത് നമ്മുടെ മണ്ണിലൊക്കെ ചേർന്ന് നമ്മുടെ ബോഡിയിലെത്തിയാൽ അന്നൊരു ടീച്ചർ അസുഖത്തിൻ്റെ പേര് മിനിമാത എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. അത് കാരണം ജപ്പാനിൽ ആ മിനിമാത എന്ന പേരുള്ളൊരു സ്ഥലത്താണ് ഈ ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് മിനിമാത എന്നുള്ള പേര് ആ രോഗത്തിന് വന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണല്ലേ. സോ ഇറ്റ് ഇസ് നോട്ട് എക്കോ ഫ്രണ്ട്ലി. CFL എന്ന് പറയുന്നത് ഇത് ഹാംഫുൾ ടു എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എനർജിയുടെ ഫിലമെൻ്റ് ലാമ്പ് യൂസ് ചെയ്തപ്പോൾ എനർജിയുടെ പ്രോബ്ലം ആയിരുന്നു. എനർജി വെറുതെ വേസ്റ്റ് ആണ്, എനർജി വേസ്റ്റേജ് ആയിരുന്നു മെയിൻ പ്രോബ്ലം. CFL ആകുമ്പോഴത്തേക്കും എനർജി വേസ്റ്റേജ് ഇല്ല. ബിക്കോസ് CFL ലോ പവർ ആയാലും ഇറ്റ് ഗിവ്സ് നല്ല ലൈറ്റ് എനർജി തരും. ഇറ്റ് ഗിവ്സ് മച്ച് ലൈറ്റ് എനർജി. ഹീറ്റ് വളരെ കുറവാണ്. ഹീറ്റ് ഡെസിപ്പേഷൻ ഇല്ല എന്നല്ല, ഓൾ ദ ലൈറ്റ് ഏത് നല്ല കണ്ടക്ടർ ആയാലും ദർ വിൽ ബി ഹീറ്റ് ഡെസിപ്പേഷൻ, ബട്ട് ഇറ്റ് ഈസ് മച്ച് ലെസ് ആസ് കമ്പയർഡ് ടു ഫിലമെൻ്റ് ലാംപ്സ്. ഹീറ്റ് എനർജി ഡെസിപ്പേഷൻ കുറവാണ്. ബട്ട് ദർ ഇസ് അനദർ പ്രോബ്ലം ദെൻ ഇറ്റ്സ് നോട്ട് എക്കോ ഫ്രണ്ട്ലി, ഇറ്റ്സ് ഹാർംഫുൾ ടു എൻവയോൺമെൻറ്റ്. ഹാർംഫുൾ എന്ന് പറഞ്ഞാൽ വെറും ചെറിയ ഹാർംഫുൾ ഒന്നും അല്ല, അത് വളരെ സീരിയസ് ആണ്. സോ നമ്മൾ CFL മാറ്റി നിർത്തി തുടങ്ങി. വി ആർ യൂസിങ് നൗ LED. ഓക്കെ, LED എന്ന് പറയുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇപ്പോൾ തൽക്കാലം ഡിസഡ്വാൻറ്റേജ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് LED ആണ്. ഈ CFL വന്ന സമയത്ത് അത് എങ്ങനെയായിരുന്നു മക്കളെ? ഏറ്റവും നല്ല ലൈറ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ CFL ഭയങ്കര പ്രചാരം കൊടുത്തു. പക്ഷേ അത് യൂസ് ചെയ്ത് പിന്നീട് വന്നപ്പോഴാണ് ഈ മെർക്കുറിയുടെ ഇത്രയും ഹാർംഫുൾ ആണെന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് അത് മാറ്റിയത്. അപ്പോൾ LED മെയിൻ അപ്പോൾ ഇതൊക്കെ ഈ ഡിസഡ്വാൻറ്റേജ് എല്ലാം ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ LED അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പറയുന്നത്, ഡിസഡ്വാൻറ്റേജ് ഇല്ല നമുക്ക് പറയാനായിട്ട്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED? ഈ ഇത്രയും പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നിത്യ ബിജു ആ മോളെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മോളെ എന്തൊക്കെയായിരിക്കും ഇപ്പം നമ്മൾ ഈ ഇതെല്ലാം ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റിയ അഡ്വാൻറ്റേജസ് LED-യുടെ? അവിടെ കറണ്ട് കൂടുതൽ ഇല്ല. വെരി ഗുഡ്. കറണ്ട് എന്നല്ല നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു വേർഡ് ഉണ്ട്. കറണ്ട് എന്നല്ല കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വേർഡ് എനർജി എന്നുള്ളതാണ്. എനർജി കൺസംഷൻ ഈസ് വെരി ലോ. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന LED അന്ന് ടീച്ചർ ഒരെണ്ണം കാണിച്ചു തരുന്നല്ലേ. 10.5 വാട്ട് LED ഉണ്ട്, 3 വാട്ട് LED ഉണ്ട്, 9 വാട്ട് LED ഉണ്ട്. ഇതൊക്കെ മതിയാവും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം റൂമിൽ ലൈറ്റ് കിട്ടാൻ. 6 വാട്ട്, 9 വാട്ട്, 12 വാട്ട് LED ഒക്കെ മതിയാവും. ഇഫ് ഇറ്റ് ഈസ് CFL വി ഹാവ് ടു യൂസ് ഒരു 30 വാട്ട് CFL യൂസ് ചെയ്യണം. ഫിലമെൻ്റ് ആണ് 100 വാട്ട് യൂസ് ചെയ്യേണ്ടി വന്നേനെ. സോറി. ഓക്കെ, അപ്പോൾ 100 വാട്ട് ഫിലമെൻ്റ് ലാമ്പ് വേണ്ടെടുത്താണ് 30 വാട്ട് CFL വേണ്ടില്ല.
30 watt CFL വേണ്ടി വരുത്താണ് ഓൺലി 10 watt LED വേണ്ടി വരിക. സോ ഇറ്റ് കൺസ്യൂംസ് ഓൺലി ലെസ് പവർ കേട്ടോ. നിങ്ങൾ കറണ്ട് എന്നുള്ള വേർഡല്ല, പവർ എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുക. കാരണം പവർ ആണ് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ എനർജി കൺസ്യൂംഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുമെന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പവർ ആണ്. സോ നമ്മൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് LED ഈസ് it consumes only less power, okay, and gives out light energy also. So that's the first advantage. പിന്നെ നമുക്ക് എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുവെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു അടുത്ത അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുക? ദേവിക ആർ നായർ, മോളെ എന്തായിരിക്കും ഇനി ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? മറ്റേന്റെ പ്രകൃതിക്ക് കുഴപ്പം വരാത്ത രീതിയിൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു CFLന്റെ, പ്രകൃതിക്ക് ഹാനികരാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഹാർംഫുൾ ടു അവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. സോ LED അടുത്ത് അത് ഓവർകം ചെയ്തു മീൻസ് LED ഹാസ് ഇറ്റ്സ് നോട്ട് ഹാർംഫുൾ ടു അവർ എൻവയോൺമെന്റ്. ഓക്കെ, ബിക്കോസ് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തില്ല, ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഒന്നും നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. ദർ ഇസ് നോ മെർക്കുറി ഇൻ ഇറ്റ്. സോ ഇറ്റ്സ് നോട്ട് ഹാർംഫുൾ ടു എൻവയോൺമെന്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഹലോ, പറഞ്ഞ മോളെ അത് നമുക്ക് പറയാം കേട്ടോ. ജസ്റ്റ് സ്ട്രക്ചർ ഇപ്പോൾ പറയാം കേട്ടോ. ഡിസ്ചാർജ് ലാമ്പിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിങ്ങേ അല്ല ഇതിലോട്ട് വരുമ്പോൾ. ഓക്കെ, പറയാം. നോട്ട് ഹാർംഫുൾ അല്ലേ, നോ വേസ്റ്റേജ് ഓഫ് എനർജി, ദാറ്റ് മീൻസ് നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയാം. നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതാണ് രണ്ടാമത്തത്. ഇനി അടുത്ത നമുക്ക് നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞിരുന്നല്ലോ അല്ലേ അവിടെ. സിൻസ് ദർ ഇസ് നോ ഫിലമെന്റ് ഈസ് ദർ, നോ ടങ്സ്റ്റൺ ഈസ് ദർ, സോ നോ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്, ദെൻ ദർ ഇസ് നോ മെർക്കുറി ഇൻ ഇറ്റ്, സോ ഇറ്റ് ഇസ് നോട്ട് ഹാർംഫുൾ ടു അവർ എൻവയോൺമെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു it consumes only less power or less energy is consumed. Okay, these are the main advantages of LED, and its full form is at light emitting diode. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ ഇപ്പം ദേവിക ചോദിച്ച കണക്ക് എങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ വർക്കിംഗ് എല്ലാം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് ഓർമ്മയുണ്ടോ? ഓക്കെ, ദർ ഇസ് എ long glass tube and there are 2 electrodes at the ends of the discharge lamps. When we give higher potential at the ends of the electrodes, the gas inside the atoms gets excited. Excited means avarku energy kitti, avaru bhayangara excited aayi, electric energy kittida avaru excited aayi. So excited atoms always try to attain stability by giving out the attained energy. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ളതാണ്. ആരായാലും ഏത് സിസ്റ്റം ആയാലും എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. പക്ഷെ എക്സൈറ്റഡ് ആവുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത് വേണ്ട, ഞങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ഇത് കളഞ്ഞ് ഞങ്ങൾ സ്റ്റെബിലിറ്റി കിട്ടിക്കോളാം എന്ന് അവർ വിചാരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു, ഇപ്പം അതുകൂടെ പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലം 10ാം ക്ലാസ്സിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞാൽ എക്സൈറ്റഡ് ആയി. സോ വെൻ ദിസ് എക്സൈറ്റഡ് ആറ്റംസ് ഹാവ് ടു ഗെറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ കിട്ടിയ എനർജി പുറത്തേക്ക് കളയണം. അവർ ഇലക്ട്രിക് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എക്സൈറ്റഡ് ആയത്. സോ ഇങ്ങനെ പുറത്ത് കളഞ്ഞ ഒരു സ്റ്റെബിലിറ്റി അറ്റൻഷൻ നോക്കുന്നത്. The given light, so energy is given out. That energy will be in the form of light. അതാണ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൽ പറഞ്ഞത്. The energy depends, the wavelength of the energy depends upon the nature of the gas filled in it. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് it depends on the nature of the lamp. If white light has to be excited, the filled gas should be mercury. Okay. അപ്പോൾ ഇങ്ങനൊരു വർക്കിങ്ങേ അല്ല ഡിസ്ചാർജ് ലാമ്പിൽ, വർക്കിങ്ങേ അല്ല LED. ഡിസ്ചാർജ് ലാമ്പിൽ ഇപ്പോൾ ഗ്യാസും ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് മെർക്കുറിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് നോക്കാം. മെറ്റൽ പാർട്ട്. സോ നമുക്കറിയാവുന്ന പോലെ നിങ്ങളെല്ലാം LED ബൾബ് കണ്ടിട്ടുള്ളതാണ്. നമുക്കത് പ്രത്യേകിച്ച് LED എന്താണെന്ന് കാണേണ്ട കാര്യമില്ല അല്ലേ. സോ ദിസ് ഇസ് ആൻ LED ബൾബ്, നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഇത് കേടായതാണ്, ടീച്ചർ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, so this plate is called, this is called base unit. നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന this metallic part we are calling as the base unit. It connects bulb to the holder. Okay, അത് നമുക്കറിയാം എല്ലാ ഡിവൈസസിനും മിനിമം there would be two ends, 2 പോൾസ് ഉണ്ടാവും. നമ്മൾ ഏതർ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയും. പക്ഷേ നമ്മുടെ ഡിവൈസസിലെല്ലാം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല, we are calling it as ഫേസ് ആൻഡ് ന്യൂട്രൽ. ഒരെണ്ണം ഫേസ് വയറിലോട്ടും ഒരെണ്ണം ന്യൂട്രൽ വയറിലോട്ടും കണക്ട് ചെയ്യാനുള്ള 2 എൻഡ്സ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഒരെണ്ണം ഈ എൻഡും ഒരെണ്ണം ഈ എൻഡും ആയിട്ടാണ്.
ഇതാ അകത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം there are 2 connecting wires അല്ലേ. ഓരോരുത്തൊരു കളർ കോഡുള്ള സാധനമാണ് ആക്ച്വലി. നോക്കട്ടെ, ടീച്ചർ ഇത് നിലക്കി കാണിക്കും. ഇതിനകത്ത് ഒന്ന് കണക്റ്റിംഗ് വയർ തന്നെയാണ്, മറ്റൊരു വേറൊരു ചെറിയൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടീച്ചർ ഇളക്കി കാണിക്കട്ടെ എന്താണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ LED. ഇറ്റ് ഈസ് കോൾഡ് ബേസ് യൂണിറ്റ്. മെറ്റൽ ആണ്. ഇറ്റ് കണക്ട്സ് ബൾബ് ടു ദ ഹോൾഡർ. ഹോൾഡറിലോട്ട് കണക്ട് ചെയ്യണമല്ലോ, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് നമുക്കറിയാം ദർ ഇസ് എ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കോട്ടിംഗ്. പുറത്ത് നമുക്ക് നോക്കിയാൽ പ്ലാസ്റ്റിക് ആണ്, ബട്ട് നമ്മളങ്ങനെ ഊരി അകത്ത് നോക്കിയാൽ ഇറ്റ്സ് എ മെറ്റാലിക് പാർട്ട് ആക്ച്വലി. അവിടെയും അതിൻ്റെ അലൂമിനിയം കൊണ്ടുള്ള ഒരു മെറ്റലാണ് ആക്ച്വലി ഇത്. ഇതിന് പ്രത്യേകിച്ച് വലിയ ഫങ്ഷനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് LED ദർ വിൽ ബി ഹീറ്റ് എനർജി എമിറ്റഡ്. അത് പറഞ്ഞു ടീച്ചർ നേരത്തെ പറഞ്ഞത്. എത്ര നല്ല കണ്ടക്ടർ എന്ന് പറഞ്ഞാലും കറണ്ട് ഫ്ലോ ചെയ്താൽ ദർ വിൽ ബി റെസിസ്റ്റൻസ്. അപ്പോൾ എന്തായാലും കുറച്ച് ഹീറ്റ് എനർജി എന്ത് ചെയ്യും, പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ദാറ്റ് ഹീറ്റ് എനർജി ഷുഡ് ബി അബ്സോർബ്ഡ്. ആ ഹീറ്റ് എനർജി ഇതിനകത്ത് നിൽക്കുന്നത് നല്ല ഹീറ്റ് എനർജി എന്ത് ചെയ്യണം, ഇതൊന്ന് അബ്സോർബ് ചെയ്തെടുക്കണം. ആ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മളിവിടെ വെച്ചിരിക്കുന്ന അലൂമിനിയം ഒരു മെറ്റലാണ്. ഇത് കുറച്ച് ഹീറ്റ് എനർജി അങ്ങ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പം അതിന് ചുറ്റുള്ള കുറച്ച് ഭാഗങ്ങൾ അത്ര ഹീറ്റ് ആവില്ല. നമ്മൾ നേരത്തെ ഫിലമെൻ്റ് ലാമ്പിൽ പറഞ്ഞിരുന്നു ടു അബ്സോർബ് ഹീറ്റ് എനർജി ഓർ ടു എന്താ ഷെയർ ഹീറ്റ് എനർജി വി ആർ ഫില്ലിങ് നൈട്രജൻ ഗ്യാസ് ഇൻസൈഡ് ഇറ്റ്. പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ സിമിലർലി നമ്മളിവിടെ ഗ്യാസ് ഒന്നുമല്ല, ഇത് ഈ ഭാഗത്ത് നമ്മൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് ഹീറ്റ് എനർജി ഷെയർ ചെയ്യാനായിട്ട് ഒരാളെയും കൂടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് ഹീറ്റ് സിങ്ക് കേട്ടോ. ഹീറ്റ് സിങ്ക് എന്നാണ് അതിൻ്റെ പേര്, ഹീറ്റ് സിങ്ക്. സോ രണ്ടെണ്ണം പറഞ്ഞു, മുകളിൽ ഹോൾഡർ, താഴെ ഹീറ്റ് സിങ്ക്. ഇത് രണ്ടും അതിൻ്റെ പാർട്സ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെയായിരിക്കും സാധാരണ ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഓരോ സാധനം നമ്മൾ പറഞ്ഞു. ബേസ് യൂണിറ്റ് നമ്മൾ ഇളക്കി മാറ്റി, അടുത്ത ഹീറ്റ് സിങ്ക് നമ്മൾ ഇളക്കി മാറ്റി. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന സാധനം ഇതാണ് ഇതിൻ്റെ അടിയിലോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞ ഹോൾഡർ ഒന്നുമല്ല, ഇവിടെ ഒരു ഇലക്ട്രോണിക് ബോർഡ് നമുക്കുണ്ട്. ഈ ഇലക്ട്രോണിക് ബോർഡ് അറ്റാച്ച് വയർ നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറും. ബ്ലാക്കും റെഡൊക്കെ കളർ കോഡുകൾ കൃത്യമാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു there are 2 wires. ഏതൊക്കെയായിരുന്നു 2 വയറുകൾ ഇതിനോട് കണക്ട് ചെയ്യേണ്ടത്? രാജൻ മോളെ ഏതൊക്കെയാ വയറുകളുടെ പേര് ടീച്ചർ പറഞ്ഞിരുന്നല്ലോ. ഈ വയറുകളുടെ പേര് എന്തൊക്കെയായിരുന്നു? വെരി ഗുഡ്, ഫേസും ന്യൂട്രലും അല്ലേ. ഇനി തേർഡ് ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ കളർ കോഡ് പഠിക്കും. പക്ഷെ ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് ടീച്ചർ അങ്ങ് പറയുകയാണ് റെഡ് വയർ എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് ഊഹിക്കാം. എന്തായിരിക്കും റെഡ് വയർ? പോസിറ്റീവ്. യെസ്, പോസിറ്റീവ്. ഓർ ഫേസ് വയറിൻ്റെ കളർ കോഡാണ് റെഡ്. ദിസ് ബ്ലാക്ക് ഇൻഡിക്കേറ്റ്സ് ദ നെഗറ്റീവ് ഓർ ന്യൂട്രൽ വയർ കേട്ടോ. ബ്ലാക്ക് ന്യൂട്രലും റെഡ് ലൈവും ആണ്. ഇനി ഒരു വയറും കൂടെ വരും, എർത്ത് എന്ന് പറഞ്ഞൊരു വയറും കൂടെ വരും, ദറ്റ് ഇസ് ഗ്രീൻ ഇൻ കളർ. അത് നമുക്ക് അത് പഠിക്കുന്നത് 3 പിൻ പ്ലഗിൻ്റെ കേസിന് മാത്രമേ വരത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും ഈ 2 കണക്ഷനേ വരത്തുള്ളൂ. ഓക്കെ, ഇതാ ഇപ്പം നമുക്ക് കാണാം ദർ ഇസ് ആൻ ഇലക്ട്രോണിക് ബോർഡ് അല്ലേ. ഇതൊക്കെ ഈ ടൈപ്പ് സോൾഡറിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ. മൊബൈലിൻ്റെ ചാർജറിനകത്ത് ഇളക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അതേ കണക്ക് നമ്മുടെ മോസ്കിറ്റോ ബാറ്റില്ലേ, കൊതുകിനെ കൊല്ലാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്റില്ലേ, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൂട്ടിപ്പോറുള്ള സാധനമാണ്. അതിനകത്തും ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ബോർഡ് ഉണ്ടാവും അല്ലേ. CFLിനകത്തും ഉണ്ടാവും അതിനകത്ത് ഇലക്ട്രോണിക് ബോർഡ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ബോർഡാണ്. ഇലക്ട്രോണിക് ബോർഡിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. നമ്മളിതിപ്പോൾ ഒന്നും പഠിക്കുന്നില്ല. ഇതിൻ്റെ പേരുകൾ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്ററാണ്. ഇൻഡക്ടർ ഉണ്ട്. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞ ആ ബേസ് യൂണിറ്റിലോട്ട് വരുന്ന ഈ ഒരു കുഞ്ഞു സാധനം, ഇതൊക്കെ നിങ്ങൾ കണ്ട് പരിചയമുള്ളതല്ലേ ഇത് കണക്കുള്ള ബോർഡുകളിൽ? ഇത് പരിചയമുണ്ടോ? ഈ സാധനം കണ്ടിട്ടില്ലേ? ദിസ് ആക്ച്വലി റെസിസ്റ്റർ. നമ്മൾ നിക്രോം വയറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതേ കണക്കുള്ള ഇലക്ട്രോണിക് ബോർഡ്സിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഭഗത്തെ ഒരുപാട് ലേറ്റ് ആയല്ലോ എന്ന് വരാൻ. ഭഗത് എന്ത് പറ്റി ഇത്രയും ലേറ്റായി? എന്ത് ലേറ്റായി ഇത്രയും? അതാ രാവിലെ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, നല്ല മഴ, നമുക്ക് എണീക്കാൻ തോന്നില്ല അല്ലേ കട്ടിലിൽ നിന്ന്. പോട്ടെ. ഓക്കെ, സോ ദിസ് ഇസ് ദ
ഇലക്ട്രോണിക് ബോർഡ്. ഓക്കെ, പവർ സപ്ലൈ ബോർഡ് എന്ന് നമ്മളിതിനെ പറയാം. ബിക്കോസ് നമ്മളിപ്പോൾ ഈ ബൾബിലോട്ട് ഇപ്പം ഇങ്ങനെ വരുന്നൊരു ബൾബിലോട്ട് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ടൈപ്പാണ് കേട്ടോ. കറണ്ട് 2 ടൈപ്പ് ഉണ്ട്, AC ഉണ്ട്, DC ഉണ്ട്. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. 3rd ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. AC അൾട്ടർനേറ്റീവ് കറണ്ടാണ്. ബട്ട് ഇറ്റ് വർക്ക്സ് ഓൺ DC, നമ്മുടെ ഡയറക്റ്റ് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടീച്ചർ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വലിയ കാര്യമാക്കണ്ട. അപ്പോൾ AC ആണ് കൊടുക്കുന്നതെങ്കിലും ഇത് വർക്ക് ചെയ്യേണ്ടത് DC-യിലാണ്. സോ ദിസ് ഷുഡ് കൺവേർട്ട് AC ടു DC, എന്നാൽ അതിനെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബൾബിലോട്ട് ഇങ്ങനെ കൊടുത്താൽ ഈ AC ഇങ്ങനെ ഇതിലോട്ട് കയറി വരും. പവർ സപ്ലൈ ബോർഡിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ മെയിൻലി ടു കൺവേർട്ട് AC ടു DC. AC DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. മെയിൻ ആണ് ഇതിൻ്റെ ബാക്കിലാട്ടോ ഇരിക്കുന്നത് അല്ലേ. ഇതാണ് LED എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം. ഇതിനകത്ത് ഇപ്പോൾ there are 6 LED ബൾബ്സ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കാണാം അല്ലേ നമുക്ക്. 6 LED ബൾബ് കണക്ട് ചെയ്ത് ചോദിച്ചു. ഓക്കെ, സോ LED-ക്ക് വേണ്ടത് DC ആണ്, നമ്മൾ കൊടുക്കുന്നത് AC ആണ്. ഓക്കെ, അപ്പോൾ LED-യിൽ എത്തുന്നതിന് മുന്നേ we should convert AC to DC. അതിനായിട്ട് യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ബോർഡാണ്. ആക്ച്വലി ഇത് 3 വാട്ട് 6 വാട്ട് 9 വാട്ടിനൊക്കെ ഇത് അങ്ങനെയുള്ള ചെറിയ വോൾട്ടിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. സോ പവർ സപ്ലൈ ബോർഡ് ഈസ് ദർ. ഓക്കെ, പിന്നെ ഈ പവർ സപ്ലൈ ബോർഡ് ഈസ് കണക്റ്റഡ് ടു LED. ഇത് നമുക്ക് ആ റെഡും ബ്ലാക്കും വയർ നിങ്ങൾക്ക് ബാക്കിൽ കാണാം കണ്ടോ. അപ്പോൾ ആക്ച്വലി ഇതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഒന്നുമില്ല ഇത്. പക്ഷേ ഇത് ഇല്ലെങ്കിൽ എന്താ പറയുമ്പോൾ ടൈറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കത്തില്ല. ഒരു ബേസ് പ്ലേറ്റിലോട്ട് നമ്മൾ ഉറപ്പിച്ച് വെക്കണം, ടൈറ്റായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം. അത് ആക്ച്വലി ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പേസ്റ്റായിട്ട് വെക്കുന്നത്. ഇത് ഇങ്ങനെ പേസ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്, മെറ്റാലിക് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി പവർ സപ്ലൈ ടു ഇതാണ് LED ബോർഡ് എന്ന് പറയുന്നത്. ഈ LED ബോർഡിലോട്ട് വരുവാണ്. ടു ഫോം ഇറ്റ് ഫിക്സ്ലി വി ആർ യൂസിങ് ദിസ് ബേസ് പ്ലേറ്റ്. ഇവിടെ ചെറിയ സ്ക്രൂസ് ഉണ്ടാവാണ്ട് സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട് ഫേമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. ഗമ്മും അതിനൊക്കെ 2 ചെറിയ സ്ക്രൂ ഉണ്ട്. ദറ്റ് ബാക്ക് കണ്ടക്റ്റിംഗ് സ്ക്രൂസ് എന്ന് പറയും, കണ്ടക്റ്റിംഗ് സ്ക്രൂസ്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നിങ്ങൾ പറയലും ബാക്ക് കണ്ടക്റ്റിംഗ് സ്ക്രൂസും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പാർട്ടായിട്ട്. സോ അപ്പോൾ ഇത്രയും പാർട്ട് കഴിഞ്ഞേ. ബേസ് പ്ലേറ്റ്, ഹീറ്റ് സിങ്ക് വെച്ചു, അതിനുള്ളിലേക്ക് വന്ന വയർ അതിനിങ്ങനെ കൊടുത്തു, പ്രിൻ്റഡ് പവർ സപ്ലൈ ബോർഡ്, അതിപ്പുറത്തെ LED. അപ്പോൾ ആക്ച്വലി പവർ സപ്ലൈ ബോർഡും LED-യും ആണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞത്. ടു കൺവേർട്ട് ഇലക്ട്രിക് എനർജി ടു ലൈറ്റ് എനർജി, ദീസ് ആർ ദ മെയിൻ പാർട്സ്. പവർ സപ്ലൈ ബോർഡ് ആൻഡ് LED ബോർഡാണ് മെയിൻ പാർട്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി നമുക്ക് ലൈറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ കവറിങ് ഓൺലി കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊരു പ്ലാസ്റ്റിക് കവറിങ് മാത്രമാണ്. ഡിഫ്യൂസർ കപ്പ് എന്ന് നമ്മൾ വിളിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ LED-യുടെ പാർട്സ് ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ആക്ച്വലി നമുക്ക് സ്കൂളായിരുന്നെങ്കിൽ ഇതിൻ്റെ പാർട്സ് LED-യുടെ കിറ്റ് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. ഇതെല്ലാം സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോൾഡറിങ് ആയാലും സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് LED കിറ്റ് പോലെ വാങ്ങാൻ. അന്ന് സ്കൂളിൽ അത് പ്രോജക്റ്റ് പോലെ ഉണ്ടായിരുന്നു, LED കിറ്റ് വാങ്ങിയിട്ട് കുട്ടികളെ കൊണ്ട് ഇത് അസംബിൾ ചെയ്യിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം LED കേടായിട്ടുണ്ടാവും. എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. നമ്മളിപ്പോൾ ഇത് കാണുന്നതിനേക്കാൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇളക്കി ഇത് പരിചയപ്പെട്ടാൽ നമുക്ക് ഇതിൻ്റെ പാർട്സ് എല്ലാം നന്നായിട്ട് ഓർമ്മയിരിക്കും. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരിക, മാച്ച് ദ ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പാർട്സ് തന്നിട്ട് അപ്പുറത്ത് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ടങ്സ്റ്റൺ, ഫിലമെൻറ്റ്, മെർക്കുറി CFL, അതേപോലെ ഹീറ്റ് സിങ്ക്, അപ്പുറത്ത് LED ഉണ്ടാവും. അതിൻ്റെ LED-യുടെ ഒരു പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ സപ്ലൈ ബോർഡ്. ഏതെങ്കിലും ഇതിലൊരു കമ്പോണൻറ്റ് A കോളത്തിലും LED ബൾബ് എന്ന് പറയുന്നത് B കോളത്തിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലാണിത് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് LED, ഫുൾ ഫോം ഓഫ് LED, അതൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൻ്റെ റിപ്പയറിംഗ് ഒന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ടീച്ചർ ഇപ്പോൾ എന്തായാലും സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുന്നില്ല. ബിക്കോസ് നമ്മുടെ എക്സസൈസിൽ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ നേരെയില്ല. കാരണം ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആർ ഗിവൺ ദർ. ലെറ്റ് us assess എന്ന് പറഞ്ഞിട്ട് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആർ ദർ. എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറച്ചുണ്ട്. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ്, ലെറ്റ് us assessൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതണ്ട,
ആൻസേഴ്സ് മാത്രം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. അതിൻ്റെ ആൻസേഴ്സ് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ടീച്ചർ അതിൻ്റെ ആൻസേഴ്സ് അയച്ചു തരാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയും അയച്ചു തരാം. ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അയച്ചു തരാം. ബട്ട് ടീച്ചർ പറഞ്ഞിരുന്നു, ടീച്ചർ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ മലയാളമാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മലയാളത്തിലാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അന്ന് ടീച്ചർ പറഞ്ഞ ആ സ്കൂളിൽ മലയാളം മീഡിയം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ എക്സ്പ്ലനേഷൻസ് ആണ് മലയാളം. പക്ഷേ എനിക്ക് തോന്നുന്നു ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമല്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ്. റെസിസ്റ്റൻസ്, പവർ, എല്ലാ ടേമും ഇംഗ്ലീഷ് തന്നെ നമ്മൾ പറയാമല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അമീറ്റർ, വോൾട്ട് മീറ്റർ, ഗാൽവാനോമീറ്റർ. സോ ടേംസ് ഒക്കെ നമുക്ക് ജൂൾസ് ലോഡ് ഇക്വേഷൻസ് എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് വരിക. സോ അത്ര ബുദ്ധിമുട്ടൊന്നും വരില്ല. സോ ട്രൈ ടു ഡു ദ ലെറ്റേഴ്സ് അസസ് പ്രോബ്ലംസ്. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ടഫാന്ന് തോന്നുന്നൊരു പോർഷൻ ഉണ്ട് അതിൽ. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മുഹമ്മദ് സമീലെ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ ക്ലാസ്. ഓക്കെ മക്കളെ, സോ ടീച്ചർ പ്രസന്റ് ചെയ്യാലോ ഉണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. മക്കളെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്ക് പ്ലസ് നോട്ട്ബുക്ക് രണ്ടും എടുത്ത് വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പേൻ എല്ലാം അടുത്ത് തന്നെ വെച്ചോളൂ. നമ്മൾ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്ത് പോവാം കേട്ടോ. റഫായിട്ടാണെങ്കിൽ റഫായിട്ട് ചെയ്ത് പോവുക. അല്ല ഫെയറായിട്ട് എഴുതുന്നവരാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് പോവുക. റഫായിട്ട് എഴുതുന്നത് റഫായിട്ട് എഴുതിയാലും മതി. പിന്നെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയാലും മതി. ടീച്ചർ ഇപ്പം ഓർഡറിലല്ല, ഫസ്റ്റ് നമ്മൾ ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റേഴ്സ് ആൻഡ് സീരീസ് പാരലലാണ്. നമുക്ക് പഠിച്ചപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലെങ്കിലും നമുക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ തരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നൊരു ടോപ്പിക്കാണ് റെസിസ്റ്റേഴ്സ് ആൻഡ് സീരീസ് ആൻഡ് പാരലൽ. എന്നേതാ നമുക്ക് ഫിസിക്സിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ്, ചില ടോപ്പിക്കുള്ള പ്രശ്നമാണ്. പഠിക്കുന്നതൊന്ന്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറൊന്നും അല്ലേ. ആ ടൈപ്പാണ് ഈ സീരീസ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചൊക്കെ നമുക്ക് ഓക്കെയാണ്. എൻഡ് ടു എൻഡ് കണക്ഷൻ സീരീസ്, കോമൺ പോയിന്റ് കണക്ഷൻ പാരലൽ, പിന്നെ അതിൻ്റെ കുറച്ച് ഡിഫറൻസസ് ആ ടേബിളായിട്ട് നമ്മൾ പഠിച്ചു. പക്ഷേ ചോദിക്കുമ്പോൾ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ തരുമ്പോൾ ഇതൊന്നും അല്ല അവർ ചോദിക്കാൻ പോകും. അപ്പോൾ സർക്യൂട്ട് സോൾവ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. അപ്പോൾ സർക്യൂട്ട് സോൾവിങ്ങായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ലെറ്റേഴ്സ് അസസിലുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ടീച്ചർ ക്വസ്റ്റ്യൻസ് പറയാം. ഒരു 6th ക്വസ്റ്റ്യൻ. ഓക്കെ, പേജ് നമ്പർ 31 ആണെന്ന് തോന്നുന്നു. 6th ക്വസ്റ്റ്യൻ. ഞാൻ ഒരാളെ വിളിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാൻ ഒരാളെ ഒന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എടുത്തു വെച്ചോളൂ. 6th one. Gayatri Devi. Hello teacher. Mole, just read the 6th question. A 230 volt 115 watt filament lamp works in a circuit for 10 minutes. A part, what is the current flowing through the bulb? B part, how much is the quantity of charge that flows through the bulb in 10 minutes? Okay, very good. അപ്പോൾ ഇത് ചാർജ് കണ്ടുപിടിക്കാനുണ്ട്. ഫസ്റ്റ് പാർട്ടിലൂടെ നമ്മൾ ചേർത്തുള്ള ക്വസ്റ്റൻ ആണ്. ടീച്ചറിന് പറഞ്ഞിരുന്നു ജൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ സെൽഫ് ഇവാലുവേഷൻ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ജൂൾസിലോ വരെയുള്ള അതുവരെയുള്ള എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതുവരെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കൂടി വരും കേട്ടോ. I = Q/T യൂസ് ചെയ്തിട്ടുള്ള കണക്കുകൾ വരും, ഓംസിലെ യൂസ് ചെയ്തിട്ടുള്ള കണക്കുകൾ വരും. 2 മാർക്കാണ്. 5 ക്വസ്റ്റൻ ഇട്ടിട്ടുള്ളൂ, 2 മാർക്കാണ്. അപ്പോൾ പക്ഷേ വർക്കിംഗ് എല്ലാം വേറെ പേപ്പറിൽ ചെയ്തിട്ട് ആൻസർ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്തയക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, എല്ലാവരും കേട്ടു, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ പറയാനായിട്ട് ഞാൻ വേറൊരാളെ വിളിക്കാം. ശ്രീരഞ്ജിനി. ശ്രീരഞ്ജിനി, യെസ്. ശ്രീരഞ്ജിനി. ഇല്ല. ഫെബിൻ ഷിബു. ഫെബിൻ മോനെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് അതിൽ തന്നിരിക്കുന്നത് 230 വോൾട്ട് എന്നുള്ളതാണ് അല്ലേ. സോ വാട്ട് ഇസ് ഗിവൺ ദെയർ? തന്നിരിക്കുന്ന ഓരോ ക്വാണ്ടിറ്റീസ് ആയിട്ടൊന്ന് പറഞ്ഞേ നമുക്ക്. 6th ക്വസ്റ്റ്യൻ. എവിടെ? ഫെബിൻ ഷിബുവിനല്ലേ വിളിച്ചത്? ഫെബിൻ, അഗ്നിമിത്രൻ. അഗ്നിമിത്രൻ അഗ്നിമിത്രൻ ഉള്ള ടേംസ് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞേ. 6th one എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയൂ.
ഇതെന്താണ് മക്കളെ വിളിച്ചിരുന്ന ആരെയും മിണ്ടത്തില്ലല്ലോ? ഏഞ്ചൽ മേരി ഐസക്, ഏഞ്ചൽ മോളെ ഓരോന്നായിട്ട് പറഞ്ഞേ മോളെ. 6th തന്നിട്ടുള്ള ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്ന് പറഞ്ഞേ. Yes, voltage is given, so we have to write V is equal to how much? 230 volt. Yes, 230 volt. Okay, V is equal to 230 volt. Then പിന്നെന്താ തന്നെ വോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. വോട്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് നോക്കിയിട്ട് ആ ക്വാണ്ടിറ്റി ഏതാണെന്ന് പറയാൻ പഠിക്കണം. ഡയറക്റ്റായിട്ട് ക്വാണ്ടിറ്റി എപ്പോഴും തരണമെന്നില്ല. വോൾട്ട് തന്നാൽ ഇറ്റ്സ് വോൾട്ടേജ് ഇസ് ഗിവൺ. ദെൻ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ഗിവൺ ആസ് 115 വാട്ട്. അപ്പോൾ ഇത് എന്താ തന്നിരിക്കുന്ന ബൾബിന്റെ? പവർ. യെസ്, വെരി ഗുഡ്. പവർ ആണ് തന്നിരിക്കുന്നത്. അത് പറയാൻ നമ്മൾ പഠിക്കണം കേട്ടോ. യൂണിറ്റ് നോക്കി പറയാൻ പഠിക്കണം. നമ്മൾ 10th ചെറിയ ക്ലാസ് അല്ല, 10th ആണ്. അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും ഓരോ അളവിൻ്റെയും യൂണിറ്റ് നമ്മൾ പറഞ്ഞു വെക്കണം. So by just looking at the unit, you have to say which quantity is given there. If it is given 115 watt, you should know it is the power of the devices given there. So power of the bulb is given. It is 115 watt. So we have discussed in the last classes, whenever a device is constructed, the device നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ in which potential difference it has to work and what should be the power. അത് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഡിവൈസ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ബൾബ് ആയാലും ഫാനിൻ്റെ മോട്ടറായാലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ഇറ്റ് ഹാസ് ടു വർക്ക് അണ്ടർ ദിസ് പവർ. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കണം എന്നൊക്കെ ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ റേറ്റിംഗ്, ഇതിനെ നമ്മൾ റേറ്റിംഗ് എന്നാണ് പറയാം. സോ റേറ്റിംഗ് ഓഫ് ഈച്ച് ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ സ്റ്റിക്കറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രിൻറ്റ് ചെയ്തിട്ടൊക്കെ എല്ലാ ഡിവൈസിലും ഉണ്ടാവും. നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി വൺ മോർ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ദയർ. അത് ഏതായിരുന്നു? ഹരിലാൽ ബാലകൃഷ്ണൻ അല്ല, ഹരിലാലല്ലോ, ഹരിലാൽ. Time is given there. What is the time given there? 10 minutes. 10 minutes. 10 minutes, and you have to convert it into seconds by multiplying by 60. Okay? Yes, sir. So these are the quantities given in the problem. Okay. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. Now we have to find out the first one. Okay. What should we have to find at a question? ഞാൻ വിളിക്കാട്ടോ ആളെ. എയിൽ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയണേ. ധനുഷ് പി സാജു. ധനുഷ് മോനെ, ഫസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? കറണ്ട്. വെരി ഗുഡ്. കറണ്ടിന്റെ സിമ്പൽ ഓഫ് കറണ്ട് I. Very good. I. So from this, only 3 quantities are given. Voltage, power, time is given. We have to find out the current. So how will you find out the current? By using these 3 quantities. ഇതിൽ 3 ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. എന്തായാലും 3 തന്നിട്ടുണ്ടെന്നുള്ളൂ. സോ പവർ, വോൾട്ടേജ്, ടൈം, ഇതിൽ നിന്ന് ഏതിനകത്തുനിന്നെങ്കിലും നമുക്ക് കറണ്ട് കിട്ടാനുള്ള മാർഗം ഉണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ വിളിക്കാം, എല്ലാവരും ഒന്ന് ആലോചിച്ചോളൂ. ഞാൻ ഒരാളെ വിളിക്കാം. Dhanish said that. Okay, I is equal to P by V. There is a relation we have learned. Okay, power the 3 equations we have learned. Noel Radhakrishnan. Noel class le Jobit Joy. Jobit power the 3 equations ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? Power, there are 3 equations we have learned for power. Okay. P is equal to I square R. Very good. P is equal to I square R. P is equal to IV. Okay, IV. P is equal to V square R. V square by R. Okay, V square by R. These are the 3 equations we have learned for power. So in this question, P is given, V is given. We have to find out I.
ടൈം ഇപ്പം നമുക്ക് ആവശ്യമില്ല. സോ V and P are given. We have to find out I. എന്നിപ്പം ഇക്വേഷൻസ് എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. V is given, power is given, and we have to find out I. So there should be a relation that connects V, P and I. So നമ്മൾ ഇനി ഇതിനകത്തോട്ട് നോക്കുക. Which is the relation connecting power, voltage and current? Which is the equation that connects power, voltage and current, മക്കളെ? P is equal to P is equal to V into. ഇതാണ് റിലേഷൻ അല്ലേ? അപ്പോൾ സോ P is given, we have to find out current. So how can you write I is equal to എങ്ങനെ എഴുതാം നമുക്ക്? സ്വരൂപ് വർഗീസ്, സ്വരൂപ് മക്കളെ, how can you write the equation for power current? I is yes, P by V അല്ലേ? P by V. So now you can find out the answer. പെട്ടെന്ന് കണ്ടുപിടിച്ചേ, ഞാൻ ചോദിക്കാം. ശ്രീഹരി വിഷ്ണു വിജയ്, മോനെ എത്ര കിട്ടിയ ആൻസർ? എളുപ്പമായിട്ടോ കണ്ടുപിടിക്കാനോ? ജോബിത്തിനല്ലേ ആൻസർ കിട്ടുന്നത്? ആൻസർ പറഞ്ഞ ജോബിത്തെ എത്ര കിട്ടി? വിഷ്ണു എന്നാ കിട്ടി? ആൻസർ പറഞ്ഞോളൂ. ആരെങ്കിലും ആൻസർ പറഞ്ഞോളൂ. ജോബിത്ത, വിഷ്ണു, ആരെങ്കിലും പറഞ്ഞോളൂ. 0.5. ആ, വിഷ്ണുവിന് 1/2 എന്നായിരിക്കും, 2 എന്നായിരിക്കില്ല. വിഷ്ണു 1/2 എന്നല്ലേ? 115 into 2 will you get 230 അല്ലേ? 230യുടെ പകുതിയാണ് ആക്ച്വലി 115. So when we cut it becomes 1/2. Okay, 1/2 means 0.5. 0.5 ampere current ആണ് കണ്ടുപിടിച്ചത്. So you should write the unit ampere. So the answer is 0.5 ampere. മക്കളെ, അറിഞ്ഞുകൂടാത്ത ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എല്ലാവർക്കും ഓക്കെ ആണോ? അങ്ങനെ ജിത്തു ഒന്നുകൂടെ പറയണോ? മോളെ, ഇത് ഇത്ര മനസ്സിലായോ? എഴുതിയത് V എഴുതി, P എഴുതി, T എഴുതി, ഇത് 3 എഴുതിയത് മനസ്സിലായോ? നമ്മൾ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഗിവൺ ദെയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഗിവൺ, പവർ ഇസ് ഗിവൺ, ടൈം ഇസ് ഗിവൺ. ഇത് 3 എഴുതിയത് മനസ്സിലായോ? അതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് 3 എണ്ണത്തിൽ എഴുതിയതില്? അതൊക്കെയാണ്. അപ്പൊ ഇത് 3 എഴുതി. ഓക്കെ, ഇത് 3 എഴുതി. ഇനി നമ്മളോട് ഫസ്റ്റ് പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ടു ഫ്ലോ ദ കറണ്ട് ഫ്ലോ ചെയ്യാൻ നമ്മൾ ശരിക്കും ആക്ച്വലി കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടല്ലേ? I is equal to Q by T എന്ന് പറഞ്ഞ ബേസിക് ഇക്വേഷൻ ഉണ്ട്. ബട്ട് ക്യാൻ വി യൂസ് ദിസ് ഇക്വേഷൻ ഹിയർ? ഇത് നോക്കി വന്ന് കറണ്ട് ഈസ് ഈക്വൽ ടു Q by T എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് Q തന്നിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ കറണ്ട് കണ്ടുപിടിക്കാൻ? ഇല്ല. ടൈം ഉണ്ടായിരുന്നു, പക്ഷേ ചാർജ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് തന്നിട്ടില്ല. സോ വി കനോട്ട് യൂസ് ദിസ് ഇക്വേഷൻ ഹിയർ. I is equal to Q by T നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് H is equal to I square RT എന്ന് പറയുന്ന കറണ്ടിനെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇവിടെ കറണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കണേ H വേണം, R വേണം, T വേണം. H ഉണ്ടോ നമുക്കിവിടെ? ഇല്ല. R ഉണ്ടോ നമുക്കിവിടെ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എച്ചിൻ്റെ ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം H തന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇതാ ശരിക്കും H is equal to VAT എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്തൊന്നും നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമായിരുന്നു. ബട്ട് ഇവിടെ H തന്നിട്ടുണ്ടോ? ഇല്ല. ബട്ട് V ഉണ്ടായിരുന്നു, T ഉണ്ടായിരുന്നു. പക്ഷേ H കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ബട്ട് H ഇസ് നോട്ട് ഗിവൺ. നമ്മൾ പഠിച്ച കറണ്ടിൻ്റെ എല്ലാ ഇക്വേഷനും ടീച്ചർ പറയുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ഇതാണ്, പവർ ഇക്വേഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, പവർ ഇസ് ഗിവൺ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട്. ബട്ട് എന്തും കൂടി തരണം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ബൈ യൂസിങ് ദ ഫസ്റ്റ് ഇക്വേഷൻ R കൂടെ തരണമായിരുന്നു. അതുണ്ടോ നമുക്കിവിടെ? ഇല്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല.
ഇനിയാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് വന്നത് ആക്ച്വലി. കാരണം ഇത്രയും ഇക്വേഷൻസ് പഠിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഈ ഇക്വേഷൻ നമ്മളുള്ളത് ഇത് നോക്കിയാൽ നമുക്ക് പക്ഷേ ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് പവർ ആൻഡ് വോൾട്ടേജ് ഷുഡ് ബി ഗിവൺ. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഉണ്ട്. സോ വി ആർ ചൂസിങ് ദിസ് ഇക്വേഷൻസ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു ബുദ്ധിമുട്ട് ഇതാണ്, ദർ ആർ ലോട്ട് ഓഫ് ഇക്വേഷൻസ് ഹിയർ. ഇതിൽ ഏത് ഇക്വേഷൻ വി ഹാവ് ടു ചൂസ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആഫ്റ്റർ സെലക്ടിങ് ദി ഇക്വേഷൻ യു ക്യാൻ ഡു ഇറ്റ്, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഇക്വേഷൻസ് റിലേറ്റിംഗ് ടു കറണ്ട്. സോ കറണ്ടുമായിട്ട് യൂസ് ചെയ്ത് ഇത്ര ഇക്വേഷൻസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വന്നാലേ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ദി ഇക്വേഷൻസ് P is equal to V into I. ഇനി ഇതിൽ പവർ ഇസ് ഗിവൺ, വോൾട്ടേജ് ഇസ് ഗിവൺ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട്. I ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ I is equal to, അത് അത്രയും മനസ്സിലായി. ഇക്വേഷൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൽ പവർ വോൾട്ടേജ് കറണ്ട് ആണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത്. സോ കറണ്ട് ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ഇടണം. കറണ്ട് ഇസ് ഈക്വൽ ടു ഇട്ടാൽ എങ്ങനെ വരും? അത് നിങ്ങൾക്ക് സംശയമുണ്ടോ? P by V എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംശയമുണ്ടോ? അത് സംശയം ആരെങ്കിലും ഉണ്ടോ? വൈ I is equal to P by V എന്ന്? അതുണ്ട്. ഓക്കെ, എന്നാൽ അതും കൂടെ ഒന്ന് പറയട്ടാ. പവർ ഈസ് ഈക്വൽ ടു V into I. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഓക്കെ, പവർ ഈസ് ഗിവൺ, V ഈസ് ഗിവൺ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് I. Iക്കാണ് ഇക്വേഷൻ എഴുതുന്നത്. അങ്ങനെ I ഇവിടെ തന്നെ ഇടുക. ഓക്കെ, വോൾട്ടേജിന് ഇപ്പുറം കൊണ്ടുവന്നാൽ മതിയല്ലോ നമ്മൾ. I ഇവിടെ തന്നെ ഇട്ടു ടീച്ചർ, Iക്ക് മാറ്റമില്ല. പവർ ഇവിടെ തന്നെ ഇട്ടു. ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ അതർ സൈഡിൽ കൊണ്ടുവരണം. അതല്ലേ വേണ്ടത്? അപ്പോൾ വോൾട്ടേജിന് ഇവിടെ എന്ത് ചെയ്തിരിക്കുക? മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ. സോ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ വി ഹാവ് ടു ഡു ഡിവിഷൻ. That's why it becomes P by V. I is equal to P by V എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകത്തില്ലയോ? അപ്പുറത്തെ സൈഡ്, അതായത് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി നമുക്ക് ആരെ വേണ്ടത്? അതിനെ. അപ്പൊ I അവിടെ കിടന്നല്ലേ പറ്റും നമുക്ക്. ഐയുടെ കൂടെ നമുക്ക് വിയും കൂടെ കയറി കിടക്കുന്നത്, അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് I ആണ് വേണ്ടത്, പക്ഷെ ഐയുടെ കൂടെ ഒരാളും കൂടെ കയറി കിടക്കുന്ന വി. അപ്പൊ നമുക്ക് വിയെ വേണ്ട, അവിടെ വിയെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം കറണ്ടിന്റെ സൈഡിൽ നിന്ന്. എങ്കിലും നമുക്ക് I is equal to എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ടീച്ചർ ചെറിയ ന്യൂമറിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. 12 is equal to 3 into 4. അതായത് ടീച്ചർ എക്സാമ്പിളായിട്ട് പറഞ്ഞത് വീഡിയോ ആയിട്ട് അത് ഞാൻ പഠിപ്പിച്ച അന്നൊരു കുട്ടി സംശയിച്ചു. 12 is equal to 24. നമുക്ക് 4 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? 4 is equal to എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? 12 by 3. ഇത് തന്നെയേ ഉള്ളൂ, ഇത്രയും സംഭവമല്ലേ ഉള്ളൂ. ശരിക്കും എവിടെയും പറഞ്ഞാൽ നമ്മളിവിടെ എഴുതുമ്പോൾ 4 ഇപ്പുറത്തും 12 by 3 അപ്പുറത്ത് വരും. അതിപ്പോൾ ഈക്വൽ സൈൻ അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മക്കളെ മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഉണ്ടോ? ഇർഷാദിന് ഡൗട്ട് ഉണ്ടോ? ഇർഷാദെ? So P is equal to V into I. We have to write I is equal to P by V. Then substitute the value 115 divided by 230. So it is 1 by 2. That means 0.5 ampere. Okay, so we can go to the second part, B part. What is the Sridev AN മോനെ B part പറയാം. നമുക്ക് B part ചെയ്യാം. So A part is over. A part എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. I am rubbing it. So we are going to the second part, B part. What should we find out in the B part? എന്താണ് വിളിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീദേവ്? ശ്രീദേവേ, സോനു? യെസ് സോനു. എന്താ മക്കളെ വിളിക്കുന്നവർ മിണ്ടാത്ത? ഷെറിൻ കുഞ്ഞുമോൻ, വിളിക്കുന്നവരുടെ പേര് ഞാൻ മിണ്ടാത്തവരുടെ പേര് ഞാൻ മാർക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തെങ്കിലും നിങ്ങളുടെ പേര് കണ്ടാൽ പോരല്ലോ, നിങ്ങളുടെ ആളുടെ പ്രസൻസ് അറിയണ്ടേ. ആ ഷെറിൻ,
ആ ഷെറിൻ പറഞ്ഞേ. അടുത്ത എന്താ ബി പാർട്ടിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? Quantity of charge that flows through the Yes. bulb in 10 minutes. വെരി ഗുഡ്. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ. ക്വാണ്ടിറ്റി ഓഫ് ചാർജിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എന്തായിരുന്നു മോളെ? It's a Q. അത് അവിടേക്കാണ് നമുക്ക് പ്രോബ്ലംസ് വരിക. നമ്മൾ കറക്റ്റായിട്ട് ആ സിമ്പിൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇക്വേഷൻസ് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്ത് എഴുതുക. അപ്പോൾ ഏത് ഇക്വേഷൻ ഈ കാണിക്കുന്ന സിമ്പിളൊക്കെ ഏതിൻ്റെ എന്നറിയാൻ നമുക്ക് ഏത് ഇക്വേഷനാണ് കണ്ടുപിടിക്കണമെന്ന് അറിയാൻ പറ്റുമോ? പവറിന് പി ആണ്, വോൾട്ടേജിന് വി ആണ്, കറണ്ടിന് ഐ, റെസിസ്റ്റൻസ്, അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് ഇക്വേഷൻസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അവിടേക്കാണ് നമുക്ക് ഈ പ്രോബ്ലംസിൻ്റെ ബേസ് പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണ്? നമ്മൾ ആദ്യം ക്വാണ്ടിറ്റിയുടെ സിമ്പിൾ പഠിക്കണം. ഞാൻ ഒരാളോട് ചോദിക്കാം. സൂരജ് യു. സൂരജൊക്കെ മിണ്ടാത്ത എന്താണ്? പാർവതി പി. പാർവതി മോളെ, വിച്ച് ഇസ് ദ സിമ്പിൾ ഫോർ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്? ഏതാണ് പാർവതി? ഓം ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. കെസ്റ്റിൻ ജെ മാത്യു. കെസ്റ്റിനും മിണ്ടുന്നില്ല. ലെവോണ സാം. Lavona, which is the symbol for quantity of charge? Q. Very good. മക്കളെ, ഈ ക്വസ്റ്റൻ കണ്ട ടീച്ചർ ആദ്യത്തെ സെൽഫ് പറയാതിരിക്കാൻ വയ്യ. സെൽഫ് വാല്യൂഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും പേർക്ക് അറിയില്ലെങ്കിൽ ടീച്ചർ വെറുതെ ആവുമല്ലോ ഒരു ടെസ്റ്റ് ഇടുന്നതൊക്കെ. മക്കളെ, പഠിത്തം പോരാ, പഠിത്തം നന്നായിട്ട് വന്നേ പറ്റൂ. കുറേ ആൾക്കാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പഠിത്തം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മക്കളെ, പിന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പഠിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അയ്യോ, നേരത്തെ അങ്ങ് പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിപ്പോയെന്നൊക്കെ തോന്നും. ആ വിഷമം വരാതിരിക്കാനാണ് പറയുന്നത് ഇപ്പോഴേ പഠിക്കാൻ കേട്ടോ. ടൈമുണ്ട്, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈമുണ്ട്. A+ വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഫിസിക്സ്. പക്ഷേ പഠിത്തം ഇങ്ങനെ പോയാൽ നടക്കൂല കേട്ടോ. ക്വാണ്ടിറ്റി ഓഫ് ചാർജിന് ക്യൂ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാനത് ടീച്ചർ പിന്നെയാണ് തുടങ്ങിയത്. അതിന് മുന്നേ ശരിക്കും ഫസ്റ്റ് പാർട്ടിൽ വരുന്ന സംഭവങ്ങളാണ് പറ്റിയത്. അങ്ങനെ ഓക്കെ. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ക്യൂ. ഇനി ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്യൂ ആയിട്ട് റിലേറ്റഡ് ആക്ച്വലി ദർ ഇസ് ഓൺലി വൺ ഇക്വേഷൻ വി ആർ ലേണിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നില്ല. V = W, ആ രണ്ട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് ആക്ച്വലി ക്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ക്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന ഇക്വേഷൻ V, P, T. നമ്മൾ ഇപ്പോൾ കറണ്ടോടെ കണ്ടുപിടിച്ചില്ലേ? I = 0.5 ആംപിയർ എന്ന് നമുക്ക് A എന്ന് ആൻസർ കിട്ടി. ഇനി ഇതെല്ലാം അപ്പോൾ 4 ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. V, P, T already given in the question. In the first part you have find out I also. ഇനി from these 4 quantities you have to find out Q. അതിന് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗായൽ ജോർജ്. മോളെ, ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം Q കണ്ടുപിടിക്കാൻ? Yes, very good. I into Q. Okay, Q ആയിട്ട് റിലേറ്റ് ചെയ്ത് ശരിക്കും ആക്ച്വലി 2 ഇക്വേഷൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ആലോചിച്ചു. നമ്മൾ പഠിച്ചത് I = Q/T അല്ലേ? പിന്നെ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചല്ലോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? V = W/Q. Oh, very good Gayatri, very good. V = W/Q. മക്കളെ, ഇക്വേഷൻസ് എല്ലാം കൂടെ ടീച്ചർ ഇപ്പോൾ ചാപ്റ്റർ തീർന്നല്ലോ. ഇക്വേഷൻസ് എല്ലാം കൂടെ വേണേൽ ടീച്ചർ ഒരു പേജ് ആക്കി തരാം കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ തീരുന്നിടത്ത് എഴുതി വെക്കുക. ഇക്വേഷൻസ് എല്ലാം അറിയാണ്ട് നമുക്കൊരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻസ് നമ്മൾ റിലേറ്റ് ചെയ്ത്, ഈ 2 ഇക്വേഷൻസിനെ Q ആയിട്ട് റിലേറ്റ് ചെയ്ത് ഈ 2 ഇക്വേഷൻസേ ഉള്ളൂ. I = Q/T, that is current is equal to charge by time.
and potential difference V is equal to W/Q, work by charge. ഇതിൽ ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്താലാണ് ഇപ്പം തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് നമുക്ക് ആൻസർ കിട്ടുക? ദേവദത്ത് എസ്, മോനെ ഇതിൽ ഏത് ഇക്വേഷനാണ് നമുക്കിപ്പോൾ ഈ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുക ക്യൂ കണ്ടുപിടിക്കാൻ? I is equal to Q/T ആണോ, V is equal to W/Q ആണോ? I is equal to Q/T. I is equal to Q/T. വെരി ഗുഡ്. കാരണം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റില്ല. V is given but W is not given. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. But in this case, to find out Q, we need only I and T. We find out, T is given there. So we can use the equation I is equal to Q/T. നമുക്കിനി Q ആണ് കിട്ടേണ്ടത്. So first basic equation is I is equal to Q/T. So Q is equal to I into T എന്നാണ്. അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി Q is equal to എങ്ങനെ ഇത് I into T വന്നേനൊക്കെ ഡൗട്ടുള്ളവരുണ്ടെ പറഞ്ഞോളൂ, ടീച്ചർ പറഞ്ഞുതരാം. ആർക്കും ഡൗട്ടില്ല? എല്ലാവർക്കും അത് അറിയാം. ഓക്കെ, എന്നാൽ I into ഉണ്ടോ? ആനന്ദൻ ഡൗട്ട് ഉണ്ടോ മോനെ? ഉണ്ടെന്നാണോ പറഞ്ഞേ? കേട്ടില്ല? ഇല്ല. I into T. So you can find out the equation. അല്ലേ, by using the equation you can find out Q. പെട്ടെന്ന് കണ്ടുപിടിച്ച ടീച്ചർ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർക്കാ കിട്ടിയത്? സുഹൈൽ സൂഫിയാൻ, ടീച്ചറെ മോനെ എത്ര കിട്ടിയത് ആൻസർ? 3000. 3000. എല്ലാവർക്കും എത്രയാണ് 3000? യൂണിറ്റ് കൂടി പറയണം. 3000 300 കിട്ടിയത്. 300 ആണ് കിട്ടിയത്. 300 കൂളമാണ്. ടീച്ചറും ചെയ്ത് നോക്കാം അല്ലേ. I എന്ന് പറയുന്നത് I is 0.5 into current is time is 10 into 60. Actually it's easy to multiply. കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ മൾട്ടിപ്ലൈയിലും സീറോസ് മൾട്ടിപ്ലൈയിലും merely multiply the numbers മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് there are only 2 numbers actually. 1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. 5ഉം 6ഉം അല്ലേ. 5 into 6 എത്ര? 30. 5 6 are 30. അപ്പോൾ നമ്മൾ 30 ആൻസർ ചെയ്യും. Then you have to put zeros. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സീറോസ് പുട്ട് ചെയ്യണം. എത്ര സീറോസ് ഇട്ട് കൊടുക്കാനുണ്ട്? 2 zeros. അതാണ്ട് ഇവിടെ ഒരു 0, 10ൻ്റെ ഒരു 0, 60യുടെ ഒരു 0. So we should put 2 zeros. സുഹൈൽ ഇവിടം വരെ ആയിരിക്കും ചെയ്തത്. But there is one more step. ഇവിടെ 0.5 ആണ്. There is one decimal point also അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം, സീറോസ് എല്ലാം ഇട്ട് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് ദ ഡെസിമൽസ്. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ? There is only 1 decimal point അല്ലേ. അപ്പോൾ in the answer also there should be 1 decimal point. അപ്പോൾ ഒരെണ്ണം മാറിയാൽ മതി. So it becomes 300.0 means 300. 300 coulomb. C ആണ് coulomb. It should be capital letter. 300 coulomb is the current charge flowing through the conductor. 1 മണിക്കൂറായി ക്ലാസ് തുടങ്ങിയിട്ടല്ലേ. ആക്ച്വലി ടീച്ചർ കുറച്ചുകൂടെ ലെറ്റേഴ്സ് എസ്എസിലെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്ത് നിർത്തണം എന്നാണ് വിചാരിച്ചത് മക്കളെ. അല്ല റെസിസ്റ്റൻസും സീരിയസ് കാറിലൊക്കെ വരുന്നുണ്ട്. മിക്കവാറും ഒരു ക്ലാസ്സിൽ കൊണ്ട് ഇത് തീരുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. എനിവേ ജൂൾ ലോയോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ ചെയ്യുക. ലെറ്റേഴ്സ് എസ്എസ് നിങ്ങൾ ട്രൈ ചെയ്യണം. നോട്ട്ബുക്കിൽ എഴുതണം. അറിയാവുന്നതെല്ലാം മോഡൽ എഴുതി പോവുക. അവിടെ അവിടെ കിടക്കട്ടെ. ടീച്ചർ അത് ഡിസ്കസ് ചെയ്യാതെ പോയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോയിട്ടും കാര്യമില്ല. പക്ഷെ വിക്ടേഴ്സിൽ കുറച്ച് ഫാസ്റ്റാണ്. സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഇതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മക്കളെ ഒരു കാര്യം, ഇന്നത്തെ സെൽഫ് വാല്യൂഷൻ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക കേട്ടോ, എല്ലാവരും. ഓക്കെ, ബൈ. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉള്ളവർക്ക് മാത്രം ചോദിക്കാം.